ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ ഷിയ മുസ്ലിം പള്ളിക്ക് സമീപമുണ്ടായ വെടിവയ്പിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി അൽ വാദി അൽ കബീർ ഏരിയയിൽ നടന്ന സംഭവത്തിൽ 3 അക്രമികളെയും സുരക്ഷാ സേന വധിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. കൊല്ലപ്പെട്ടവരെക്കുറിച്ചോ അക്രമകാരികളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പോലീസ് വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ ഇമാം അലി മസ്ജിദിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 4 പാകിസ്ഥാനികളും ഉൾപ്പെട്ടിട്ടുള്ളതായി പാകിസ്ഥാൻ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യയും അറിയിച്ചു. സുന്നി മുസ്ലിം ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ 3 അംഗങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ കാര്യം ആഘോഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഷിയകളുടെ ചടങ്ങുകൾ, ഘോഷയാത്രകൾ, ആരാധകർ എന്നിവരെ IS ആവർത്തിച്ച് ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഷിയകൾ ന്യൂനപക്ഷമായ ഒമാനിൽ ആക്രമണം നടന്നതായി ഇതുവരെ അവകാശം ഉന്നയിച്ചിട്ടില്ല. വെടിയൊച്ച കേട്ട് പള്ളിയുടെ മുറ്റത്ത് ജനക്കൂട്ടം ഓടുന്നത് വീഡിയോയിൽ കാണാം. ഷിയകളുടെ വിശുദ്ധ ദിനമായ ആശുറയുടെ തലേന്ന് ആരാധകർ അവിടെ ഒത്തുകൂടിയതായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും സംഭവത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ആക്രമണത്തിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും ഇരകളുടെ കുടുംബത്തോടൊപ്പമുണ്ട് എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാനും ആശുപത്രികൾ നേരിട്ട് സന്ദർശിക്കാനും മസ്കറ്റിലെ പാകിസ്ഥാൻ എംബസിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ ഒമാൻ സുൽത്താനേറ്റിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അന്വേഷണത്തിൽ പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. 30 പാകിസ്ഥാനികൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ പാകിസ്ഥാൻ അംബാസഡർ ഇമ്രാൻ അലി ഒരു വീഡിയോയിൽ പരിക്കേറ്റവരിൽ ചിലരെ 3 പ്രാദേശിക ആശുപത്രിയിൽ സന്ദർശിച്ചതായും അവരുടെ അവസ്ഥ താരതമ്യേന സുരക്ഷിതമാണെന്ന് വിവരിച്ചതായും പറഞ്ഞു. ഒമാനിലെ പാകിസ്ഥാൻ നിവാസികളോട് അൽ വാദി അൽ കബീർ ഒഴിവാക്കാനും പ്രാദേശിക അധികാരികളുമായി സഹകരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. 100 കണക്കിന് ആളുകൾ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായി ഒത്തുകൂടിയ പള്ളിക്കടുത്തുള്ള കെട്ടിടത്തിൽ നിന്നായിരുന്നു ആക്രമണകാരികൾ ആദ്യം വെടിയുതിർത്തത് എന്നും പിന്നീട് AFP വാർത്താ ഏജൻസിയോട് അലി പറഞ്ഞു. അതിനുശേഷം ഒമാനി സേന അവരെ മോചിപ്പിക്കുന്നതിന് മുൻപ് വിശ്വാസികളെ തീവ്രവാദികൾ ബന്ദികളാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇസ്ലാമിക മാസമായ മുഹറം 9-ാം ദിവസം രാത്രിയിൽ ഷിയ മുസ്ലിങ്ങൾ ആശുറയുടെ തലേന്ന് ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു വെടിവയ്പ് നടന്നത്. 7-ാം നൂറ്റാണ്ടിൽ നടന്ന യുദ്ധത്തിൽ മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിന്റെ പ്രധാന സ്മരണയാണ് ആശുറ. ആക്രമണം നടക്കുമ്പോൾ ഇമാം അലി മസ്ജിദിനുള്ളിൽ ചിത്രീകരിച്ച വീഡിയോയിൽ മുറ്റത്തുണ്ടായിരുന്ന ചില ആരാധകർ "ദൈവമേ, ഹേ ഹുസൈൻ, ഞാൻ ഇവിടെയുണ്ട്, ഓ ഹുസൈൻ" എന്ന് നിലവിളിക്കുന്നത് കേൾക്കാം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സുസ്ഥിരവും സുരക്ഷിതവുമായ രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് ജനസംഖ്യയുടെ 95% മുസ്ലിങ്ങളാണ്. 45% സുന്നികളും 45% ഇബാദികളും 5% ഷിയാകളും ബാക്കിയുള്ള 5% ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമാണ്.